ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും 40 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സെറ്റിലെ പല ക്വസ്റ്റ്യൻസും ഒരുവിധം എല്ലാ പേപ്പറിലും കാണുന്നതാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചിട്ട് പോകണം. സോ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പാസിംഗ് ഓഫ് അനദർ പേഴ്സൺസ് വേർഡ്സ്, ഐഡിയാസ് ഓർ വർക്ക് ആസ് വൺസ് ഓൺ ഇൻ ആക്കഡമിക് റൈറ്റിംഗ് എസ്. ആക്കഡമിക് റൈറ്റിംഗിൽ മറ്റൊരാളുടെ വാക്കുകളോ ഐഡിയകളോ വർക്കുകളോ തൻ്റെതായി പ്രസന്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ എ പാരഫ്രൈസ്, ഓപ്ഷൻ ബി പ്ലാജിയറിസം, ഓപ്ഷൻ സി റിസർച്ച്, ഓപ്ഷൻ ഡി ഫാക്ഷൻ. ഇങ്ങനെ മറ്റൊരാളുടെ ഐഡിയയോ വർക്കോ ഒക്കെ നമ്മുടെ ആയിട്ട് അടിച്ചുമാറ്റി പ്രസന്റ് ചെയ്യുന്നതിനെ പറയുന്നത് പ്ലാജിയറിസം എന്നാണ്. ദ ഓതർ ഓഫ് എ പാസേജ് ടു ഇന്ത്യ. A Passage to India എന്ന് പറഞ്ഞ വർക്കിന്റെ ഓതർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നീരജ് സി ചൗധരി, ഓപ്ഷൻ ബി മുൽക്ക് രാജാനന്ദ്, ഓപ്ഷൻ സി റുഡ്യാർഡ് കിപ്ലിംഗ്, ഓപ്ഷൻ ഡി എം ഫോസ്റ്റർ. ഇതിലെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എം ഫോസ്റ്റർ ആണ്. ഈ പേരിൽ 2 വർക്ക്സ് ആണുള്ളത്. ഒന്ന് A Passage to India എന്ന് പറയുന്ന എം ഫോസ്റ്ററുടെ നോവലാണ്. രണ്ടാമത് പാസേജ് ടു ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വാൾട്ട് വിറ്റ്മാന്റെ ഒരു പോയുണ്ട്. സോ പാസേജ് ടു ഇന്ത്യ എന്ന് മാത്രമാണെങ്കിൽ വാൾട്ട് വിറ്റ്മാന്റെ പോയാണെന്നും ആ പാസേജ് ടു ഇന്ത്യ എന്നാണെങ്കിൽ അത് എം ഫോസ്റ്ററുടെ നോവലാണെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Where the heart lies, let the brain lie also. This is the conclusion of a dedicatory stanza referring to a collection of verse by. Where the heart lies, let the brain lie also എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്ററി സ്റ്റാൻസയുടെ കൺക്ലൂഷൻ ആണ്. ഇത് ആരുടേതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടെന്നസൺ, ഓപ്ഷൻ ബി ആർണോൾഡ്, ഓപ്ഷൻ സി റോബർട്ട് ബ്രൗണിംഗ്, ഓപ്ഷൻ ഡി എലിസബത്ത് ബ്രൗണിംഗ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി റോബർട്ട് ബ്രൗണിംഗ് ആണ്. The quote, "Where the heart lies, let the brain lie also," is from Robert Browning's poem One Word More, which is a dedicatory stanza in his collection Men and Women. റോബർട്ട് ബ്രൗണിങ്ങിന്റെ മെൻ ആൻഡ് വിമൻ എന്ന് പറഞ്ഞ കളക്ഷനിലെ വൺ വേർഡ് മോർ എന്ന് പറഞ്ഞ പോയത്തിലെ ഒരു വരിയാണ് Where the heart lies, let the brain lie also എന്ന് പറയുന്നത്. The lines are addressed to his wife, the fellow poet Elizabeth Barrett Browning. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഡെഡിക്കേറ്ററി സ്റ്റാൻസയാണല്ലേ. ഇത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേട്ടിട്ടും സെറ്റിനും ഒക്കെ ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എമിനന്റ് വിക്ടോറിയൻസ് എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ ഫോം ഓഫ് ബയോഗ്രഫി, എപ്പിഗ്രഫി, ബിബ്ലിയോഗ്രഫി, ക്രിപ്റ്റോഗ്രഫി. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ബയോഗ്രഫി ആണ്. Eminent Victorians is a book by Lytton Strachey consisting of biographies of 4 well-known figures from the Victorian era, 3 men and women who had until then been regarded as heroes. Eminent Victorians എന്ന് പറയുന്നത് ലിറ്റൺ സ്ട്രാച്ചിയുടെ ഒരു വർക്കാണ്. അതിൽ 4 വെൽ നോൺ ഫിഗേഴ്സിന്റെ ബയോഗ്രഫീസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കാർഡിനൽ മാനിങ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ, തോമസ് അർണോൾഡ് ആൻഡ് ജനറൽ ചാൾസ് ഗോർഡൻ എന്നിവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ മാത്രമാണ് ഇതിലുള്ള ഒരു സ്ത്രീരത്നം എന്നും നിങ്ങൾ ഓർത്തിരിക്കുക. ദ ഫാദർ ഓഫ് എലിസബത്ത് ഫസ്റ്റ്. എലിസബത്ത് ഫസ്റ്റിന്റെ ഫാദർ ആരാണെന്നാണ്. ഓപ്ഷൻ എ ഹെൻറി സെക്കൻഡ്, ഓപ്ഷൻ ബി ഹെൻറി ഫിഫ്ത്ത്, ഓപ്ഷൻ സി ഹെൻറി സിക്സ്ത്, ഓപ്ഷൻ ഡി ഹെൻറി എയ്ത്ത്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹെൻറി എയ്ത്തിന്റെ മകളാണ് എലിസബത്ത് ഫസ്റ്റ്. Elizabeth I, the last Tudor monarch, the daughter of Henry VIII and his second wife Anne Boleyn. ഹെൻറി എയ്ത്തിന്റെയും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയായ ആൻ ബോളിന്റെയും മകളാണ് എലിസബത്ത് ഫസ്റ്റ്. അവര് ലാസ്റ്റ് ട്യൂഡർ മൊണാർക്കും കൂടെയാണ്. Which of the pilgrims is described by Chaucer as a lover and a lusty bachelor? ചോസറിന്റെ കാൻറ്റർബറി ടെയിൽസിൽ ഏത് കഥാപാത്രത്തെയാണ് ലവർ ആൻഡ് എ ലസ്റ്റി ബാച്ചിലർ എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ദ സ്ക്വയർ, ഓപ്ഷൻ ബി ദ മാൻസിപ്പൽ, ഓപ്ഷൻ സി ദ ക്ലർക്ക്, ഓപ്ഷൻ ഡി ദ സർജന്റ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ദ സ്ക്വയർ ആണ്. According to Chaucer's The Canterbury Tales, the pilgrim described as a lover and a lusty bachelor is the squire. He is the son of the knight. സോ ലവർ ആൻഡ് എ ലസ്റ്റി ബാച്ചിലർ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. സ്ക്വയർ നൈറ്റിന്റെ മകനാണ്. വൺ ഓഫ് ദ റൊമാൻറ്റിക് പോയറ്റ്സ് എസ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ റൊമാൻറ്റിക് പോയറ്റ് ആരാന്നാണ് ചോദ്യം.
Option A, Tennyson. Option B, Byron. Option C, Masefield. Option D, Carew. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബൈറൺ ആണ് ഇക്കൂട്ടത്തിൽ റൊമാൻറ്റിക് പോയറ്റ് ആയിട്ട് വരുന്നത്. The monumental romantic poets often nicknamed the Big Six. റൊമാൻറ്റിക് പോയറ്റ്സിനെ ദ ബിഗ് സിക്സ് എന്ന് പറയാറുണ്ട്. 2 ജനറേഷൻ ആയിട്ടാണ് ഇവരെ തിരിച്ചിരിക്കുന്നത്. ദ ഓൾഡർ ജനറേഷൻ ഓഫ് ബ്ലേക്ക്, വേർഡ്സ്വർത്ത് ആൻഡ് കോളറിഡ്ജ് ആൻഡ് സോ കോൾഡ് യങ് റൊമാൻറ്റിക്സ് ബൈറൺ, ഷെല്ലി ആൻഡ് കീറ്റ്സ്. അങ്ങനെ ബിഗ് 6 ആണുള്ളത്. അതിൽ ഓൾഡർ ജനറേഷൻ ആണ് വില്യം ബ്ലേക്ക്, വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോളറിഡ്ജ് എന്ന് പറയുന്നത്. എന്നാൽ യങ് റൊമാൻറ്റിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരാണ് ബൈറൺ, ഷെല്ലി ആൻഡ് കീറ്റ്സ്. Madame Bovary is a work by the dash author. Madame Bovary എന്ന് പറഞ്ഞ വർക്ക് ഏത് ഓതർ ആണ് എഴുതിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫ്രഞ്ച്, വിക്ടർ ഹ്യൂഗോ. ഓപ്ഷൻ ബി റഷ്യൻ, ലിയോ ടോൾസ്റ്റോയ്. ഓപ്ഷൻ സി ഫ്രഞ്ച്, ഗുസ്റ്റാവ് ഫ്ലോബർട്ട്. ഓപ്ഷൻ ഡി റഷ്യൻ, ഫ്യോദോർ ദസ്തോവ്സ്കി. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. മദാം ബോവറി എന്ന് പറയുന്ന വർക്ക് ഒരു ഫ്രഞ്ച് ഓതർ ആണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഗുസ്താവ് ഫ്ലോബർട്ട് എന്നാണ്. Madame Bovary is a work by the French author Gustave Flaubert, considered a masterpiece of literary realism. മാത്രമല്ല ഈ വർക്ക് ലിറ്റററി റിയലിസത്തിലെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Who was described as an upstart crow beautified with our feathers. ആരെയാണ് an upstart crow beautified with our feathers എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ചോസർ, ഓപ്ഷൻ ബി ഷേക്സ്പിയർ, ഓപ്ഷൻ സി ചർച്ചിൽ, ഓപ്ഷൻ ഡി റസൽ. ഷേക്സ്പിയറിനെയാണ് ഇത്തരത്തിൽ മറ്റൊരു ഓതർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. A critique of Shakespeare by his rival Robert Greene in his work Groats Worth of Wit. Groats Worth of Wit എന്ന് പറഞ്ഞിട്ടുള്ള റോബർട്ട് ഗ്രീനിന്റെ വർക്കിലാണ് ഷേക്സ്പിയറെ ഇത്തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. The writer who posited the hypothetical case of Shakespeare's wonderfully gifted sister Judith. ഏത് റൈറ്ററാണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസിൽ ഷേക്സ്പിയറിന്റെ ഒരു വണ്ടർഫുള്ളി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ജുഡിത്ത് എന്ന് പറഞ്ഞ സിസ്റ്ററെ പ്രസന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡൊറോത്തി പാർക്കർ, ഓപ്ഷൻ ഡി ഡെയ്സി മില്ലർ, ഓപ്ഷൻ സി വനേസ ബെൽ, ഓപ്ഷൻ ഡി വെർജീനിയ വുൾഫ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി വെർജീനിയ വുൾഫ് ആണ്. Virginia Woolf, in her extended essay A Room of One's Own, 1929, Woolf imagines Shakespeare's wonderfully gifted sister named Judith to illustrate the difficulties and near impossibility of a woman in Elizabethan England achieving the same literary success as her brother due to societal restrictions. ഇത്തരത്തിലൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ വെർജീനിയ വുൾഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ എസ്സേ ആയിട്ടുള്ള എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള 1929 എസ്സേയിലാണ്. അതിൽ വൂൾഫ് ഇമാജിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഷേക്സ്പിയറിന്റെ അത്ര തന്നെ കഴിവുള്ള ഒരു സിസ്റ്റർ ഉണ്ട്, ജുഡിത്ത് എന്നാണ് അവർക്ക് പേര് കൊടുത്തിട്ടുള്ളത്. അത്ര തന്നെ കഴിവുണ്ടായിട്ടും ഷേക്സ്പിയറിന്റെ പോലെ തന്നെ ഫേമസ് ആവാനായിട്ട് ജുഡിത്തിന് സാധിക്കില്ല എന്നാണ് ഇവിടെ വെർജീനിയ വുൾഫ് സ്ഥാപിക്കുന്നത്. വെർജീനിയ വുൾഫ് പറയുന്നത് എത്രയൊക്കെ കഴിവുണ്ടെങ്കിലും എലിസബത്തിൻ ഇംഗ്ലണ്ടിന്റെ അന്നത്തെ ഒരു സമൂഹത്തിന്റെ അവസ്ഥ വെച്ച് ഒരിക്കലും ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു ലിറ്റററി സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റാ ലിംഗ്വിസ്റ്റിക് അവയർനെസ് എസ്. എന്താണ് മെറ്റാ ലിംഗ്വിസ്റ്റിക് അവയർനെസ് എന്ന് വെച്ചാൽ അർത്ഥം? ദ എബിലിറ്റി ടു കോൺഷ്യസ്ലി റിഫ്ലക്ട് ഓൺ ദ നേച്ചർ ഓഫ് ലാംഗ്വേജ്, ദ എബിലിറ്റി ടു കണക്ട് ദ ഡിസ്റ്റിങ്ക്റ്റീവ് സൗണ്ട്സ് ഇൻ ലെറ്റേഴ്സ് ടു വേർഡ്സ്. Option C, understanding of the mapping between sounds and meaning. Option D, the ability to recognize writing from visual marks. ഇതിൽ മെറ്റാ ലിംഗ്വിസ്റ്റിക് അവയർനെസ് എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ദ എബിലിറ്റി ടു കോൺഷ്യസ്ലി റിഫ്ലക്ട് ഓൺ ദ നേച്ചർ ഓഫ് ലാംഗ്വേജ് എന്നതാണ്. ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇറ്റ് മീൻസ് തിങ്കിങ് അബൌട്ട് ലാംഗ്വേജ് ബിയോണ്ട് ജസ്റ്റ് യൂസിങ് ഇറ്റ്. വെറുതെ ലാംഗ്വേജ് ഉപയോഗിക്കാതെ അതിന്റെ നേച്ചറിനെ പറ്റിയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അത് മെറ്റാ ലിംഗ്വിസ്റ്റിക് അവയർനെസ് ആണെന്നാണ് പറയുന്നത്. ഹയർ ഓർഡർ തിങ്കിങ് ഇസ് റിക്വയർഡ് വെൻ എ സ്റ്റുഡൻറ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിലാണ് സ്റ്റുഡൻറ്റിന് ഹയർ ഓർഡർ തിങ്കിങ് ആവശ്യമായിട്ട് വരിക? ഓപ്ഷൻ എ ഡെലിവേഴ്സ് എ സ്പീച്ച് ഓൺ എ ഗിവൻ ടോപ്പിക് ഇൻ ദ ക്ലാസ്. ഓപ്ഷൻ ബി പാർട്ടിസിപ്പേറ്റ്സ് ഇൻ കോറസ് ഡ്രില്ലിംഗ് ഓഫ് ന്യൂ വേർഡ്സ്. ഓപ്ഷൻ സി റൈറ്റ്സ് ലെജിബിലി ഇൻ ഹിസ് കോപ്പി ബുക്ക്. ഓപ്ഷൻ ഡി റീഡ്സ് അലൗഡ് എ പാരഗ്രാഫ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡെലിവേഴ്സ് എ സ്പീച്ച് ഓൺ എ ഗിവൻ ടോപ്പിക് ഇൻ ദ ക്ലാസ്. ബാക്കിയെല്ലാം ജസ്റ്റ് കോപ്പി ചെയ്യലാണ്. കോറസ് ഡ്രില്ലിംഗ് ആയാലും അല്ലെങ്കിൽ കോപ്പി ബുക്കിൽ എഴുതുന്നതായാലും ഒരു പാരഗ്രാഫ് വായിക്കുന്നതായാലും അതിൽ ഹയർ ഓർഡർ തിങ്കിങ്ങിന്റെ ആവശ്യമേ വരുന്നില്ല, ജസ്റ്റ് ഫോളോ ചെയ്യുന്നേ ഉള്ളൂ.
എന്നാൽ തന്നിട്ടുള്ള ടോപ്പിക്കിൽ ഒരു കുട്ടി സ്പീച്ച് ഡെലിവർ ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് എന്തായാലും ഹയർ ഓർഡർ തിങ്കിങ്ങിൽ ചിന്തിച്ചേ മതിയാവും. 2 തരത്തിലുള്ള തിങ്കിങ് സ്കിൽസ് ആണുള്ളത്. ഒന്ന് ഹോട്ട്സ്, മറ്റേത് ലോട്ട്സ്. ഹോട്ട്സ് എന്ന് വെച്ചാൽ ഹയർ ഓർഡർ തിങ്കിങ്ങും ലോട്ട്സ് എന്ന് വെച്ചാൽ ലോവർ ഓർഡർ തിങ്കിങ്ങും ആണ്. ഹയർ ഓർഡർ തിങ്കിങ്ങിൽ വരുന്നതാണ് അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. എന്നാൽ ലോവർ ഓർഡർ തിങ്കിങ്ങിൽ വരുന്നതാണ് റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, അപ്ലൈയിങ്. The cognitivist learning theory of language acquisition was first proposed by. ആരാണ് ആദ്യമായി ദ കോഗ്നിറ്റിവിസ്റ്റ് ലേണിംഗ് തിയറി ഓഫ് ലാംഗ്വേജ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ നോം ചോംസ്കി, ഓപ്ഷൻ ബി സ്റ്റീഫൻ ക്രാഷൻ, ഓപ്ഷൻ സി ജീൻ പിയാഷെ, ഓപ്ഷൻ ഡി ബെർട്രാൻഡ് റസൽ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പിയാഷെയാണ് ഫസ്റ്റ് കോഗ്നിറ്റിവിസ്റ്റ് ലേണിംഗ് തിയറി ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. The focus of grammar translation method is on. Grammar translation methodന്റെ ഫോക്കസ് എന്തിലാണെന്നാണ്? ഓപ്ഷൻ എ ലേണിംഗ് വിത്തൗട്ട് യൂസിംഗ് മദർ ടങ്, ഓപ്ഷൻ ഡി ദ യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഓപ്ഷൻ സി ദ റൂൾസ് ഓഫ് ഗ്രാമർ, ഓപ്ഷൻ ഡി പ്രൊവൈഡിംഗ് എ ലോട്ട് ഓഫ് പ്രാക്ടീസ് ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ദ റൂൾസ് ഓഫ് ഗ്രാമർ ആണ്. The branch of linguistics that deals with systems of sounds within a language or between different languages. ഒരു ലാംഗ്വേജിലെ സിസ്റ്റം ഓഫ് സൗണ്ട്സിനെ പറ്റി ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫൊനോളജി, ഓപ്ഷൻ ബി മോർഫോളജി, ഓപ്ഷൻ സി സിൻടാക്സ്, ഓപ്ഷൻ ഡി റിക്കർഷൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സിസ്റ്റംസ് ഓഫ് സൗണ്ട്സിലാണ്. ഓപ്ഷൻ എ ഫൊനോളജി ആണ് ശരിയുത്തരം. ബാക്കിയൊന്നും സൗണ്ടുമായി ബന്ധപ്പെട്ടതല്ല. The amount of text someone takes in or covers with the eyes for each stopping or fixation of the eyes. Option A eye wink, option B eyesight, option C eye jerks, option D eye span. ഒരാൾ വായിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ എത്രത്തോളം ടെക്സ്റ്റ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഐ സ്പാൻ ആണ് ശരിയുത്തരം. ഐ സ്പാൻ ഇസ് ദ amount of text a reader can process in a single fixed glance. ഒറ്റ നോട്ടത്തിൽ എത്രത്തോളം ടെക്സ്റ്റ് ഒരു റീഡർക്ക് കവർ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ ഐ സ്പാൻ എന്ന് പറയുന്നത്. ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ക്യാൻ ബി ഡെവലപ്ഡ് ബൈ. എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി നേടാൻ പറ്റുക? ഓപ്ഷൻ എ പ്രൊവൈഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടു യൂസ് ദ ലാംഗ്വേജ്, ഓപ്ഷൻ ബി ഇൻക്രീസിംഗ് ടീച്ചർ ടോക്ക് ഇൻ ദ ക്ലാസ്, ഓപ്ഷൻ സി ഐഡന്റിഫൈയിങ് എറേഴ്സ് വൈൽ സ്പീക്കിംഗ്, ഓപ്ഷൻ ഡി allowing students to remain silent. ഇംഗ്ലീഷിനല്ല ഏത് ഭാഷയാണെങ്കിലും അതിൽ ഫ്ലുവൻ്റ് ആവണമെങ്കിൽ നമ്മളത് സംസാരിച്ചേ പറ്റൂ. അപ്പോൾ ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രൊവൈഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടു യൂസ് ദ ലാംഗ്വേജ്. ഒരു ഭാഷ ഉപയോഗിക്കാനുള്ള പരമാവധി അവസരങ്ങൾ കൊടുത്താലേ ആ ഭാഷയിൽ നമ്മൾ ഫ്ലുവൻ്റ് ആവുള്ളൂ. A linguist who states that children have the innate biological ability to learn language. ഏത് ലിംഗ്വിസ്റ്റ് ആണ് ഇത്തരത്തിൽ സ്റ്റേറ്റ് ചെയ്തത് കുട്ടികൾക്ക് ഒരു ഭാഷ പഠിക്കാൻ ഇന്നേറ്റ് ബയോളജിക്കൽ എബിലിറ്റി ഉണ്ട് എന്ന്? ഓപ്ഷൻ എ ബെഞ്ചമിൻ ബ്ലൂം, ഓപ്ഷൻ ബി നോം ചോംസ്കി, ഓപ്ഷൻ സി ക്ലാര സ്കൂമൻ, ഓപ്ഷൻ ഡി സ്റ്റീവൻ പിങ്കർ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി നോം ചോംസ്കി ആണ്. നോം ചോംസ്കി ആണ് പറഞ്ഞത് കുട്ടികൾക്ക് ഒരു ഇന്നേറ്റ് ബയോളജിക്കൽ എബിലിറ്റി ഉണ്ട് ഭാഷ പഠിക്കാൻ എന്ന്. This is explained by his concept of the language acquisition device, a hypothetical mental structure that helps children generate and understand the rules of grammar. ഇദ്ദേഹം ഇത് സ്റ്റേറ്റ് ചെയ്തത് ലാഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൂടെയാണ്. ലാഡ് എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ആണ്. ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാഡ് ആരുടെയാണെന്ന് ചോദിക്കും. നോം ചോംസ്കിയുടെയാണ്. ഈ ലാഡ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ മെന്റൽ സ്ട്രക്ചർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ലാഡ് കുട്ടികളെ റൂൾസ് ഓഫ് ഗ്രാമർ മനസ്സിലാക്കാനും അത് ജനറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. A low-cost open-source mobile app introduced by UNICEF and partners to support young children with complex communication needs. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കോംപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ നീഡ്സ് ആവശ്യമുള്ള യങ് ചിൽഡ്രനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂണിസെഫും അതിന്റെ പാർട്ട്നേഴ്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോ കോസ്റ്റ് ഓപ്പൺ സോഴ്സ് മൊബൈൽ ആപ്പ്? ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി സീബോർഡ് ആണ്. വിച്ച് സ്കിൽസ് ആർ റിസെപ്റ്റീവ്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് കാണുന്നുണ്ട്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് റിസെപ്റ്റീവ് സ്കിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്, ഓപ്ഷൻ ബി ലിസണിങ് ആൻഡ് റീഡിംഗ്, ഓപ്ഷൻ സി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഓപ്ഷൻ ഡി റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ലിസണിങ് ആൻഡ് റീഡിംഗ് ആണ് റിസെപ്റ്റീവ് സ്കിൽസ് ആയിട്ട് നമ്മൾ കൂട്ടുന്നത്.
Receptive skills are language abilities of listening and reading used to receive, process and understand information. റിസെപ്റ്റീവ് സ്കിൽസ് ആയിട്ടുള്ള ലിസണിങ്ങിലും റീഡിങ്ങിലും നമ്മൾ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റിസെപ്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പ്രൊഡക്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. Productive skills are the active language skills of speaking and writing. They are defined as the ability to produce language, creating and expressing ideas, thoughts and information in spoken or written form. Productive skills ആണ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാണ്, അതുവഴി നമ്മൾ നമ്മുടെ ഐഡിയാസും തോട്ട്സും ഇൻഫർമേഷനും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ റിട്ടൺ ഫോമിലോ അല്ലെങ്കിൽ സ്പോക്കൺ ഫോമിലോ ആയിരിക്കും നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റീവ് സ്കിൽസ് എന്ന് പറയുക. A story used to illustrate a moral or spiritual lesson. മോറൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ലെസൺ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കഥയുടെ പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ an anecdote, ഓപ്ഷൻ ഡി a folklore, ഓപ്ഷൻ സി a parable, ഓപ്ഷൻ ഡി a proverb. ഇതിലെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി a parable ആണ്. നമുക്ക് ബൈബിളിലൊക്കെ ഒരുപാട് പാരബിൾ കാണാൻ പറ്റും അല്ലേ. പെർസീവിങ് ഇൻഡിവിജ്വൽ സൗണ്ട്സ് ആസ് എ സബ് സ്കിൽ ഓഫ്. ഇൻഡിവിജ്വൽ സൗണ്ട്സിനെ ഗ്രഹിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്തിന്റെ സബ് സ്കിൽ ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലിസണിങ്, ഓപ്ഷൻ ബി സ്പീക്കിംഗ്, ഓപ്ഷൻ സി റീഡിംഗ്, ഓപ്ഷൻ ഡി റൈറ്റിംഗ്. നമ്മളെപ്പോഴും സൗണ്ട്സ് ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? ലിസണിങ് ആയിരിക്കും അല്ലേ. സോ ഓപ്ഷൻ എ ലിസണിങ് ആണ് ശരി ഉത്തരം. ലിസണിങ്ങിന്റെ സബ് സ്കില്ലാണ് പെർസീവിംഗ് ഇൻഡിവിജ്വൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. ഗംഗാജി ഇസ് എ ക്യാരക്ടർ എൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് നോവലിലെ ക്യാരക്ടറാണ് ഗംഗാജി? ഓപ്ഷൻ എ മിഡ് നൈറ്റ് ചിൽഡ്രൻ, ഓപ്ഷൻ ബി ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ, ഓപ്ഷൻ സി കൂലി, ഓപ്ഷൻ ഡി അൺടച്ചബിൾ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ആണ്. The character Gangaji, also called Gangadatta, appears in the novel The Great Indian Novel by Shashi Tharoor. ഗംഗാജി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഗംഗാദത്ത എന്ന് വിളിക്കാറുണ്ട്. ഈ ക്യാരക്ടറെ നമുക്ക് കാണാൻ പറ്റുക ശശി തരൂരിന്റെ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവലിലാണ്. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലാംഗ്വേജ്. ഭാഷയെ സംബന്ധിച്ച് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. All languages use essentially the same number of sounds. എല്ലാ ഭാഷയിലും സെയിം നമ്പർ ഓഫ് സൗണ്ട്സ് ആണുള്ളത് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. All native speakers of a language learn the basic rules of grammar in school. എല്ലാ നേറ്റീവ് സ്പീക്കേഴ്സും അവരുടെ ലാംഗ്വേജിന്റെ ബേസിക് റൂൾസ് ഓഫ് ഗ്രാമർ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നാണ് പറയേണ്ടത്. രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എല്ലാ ഭാഷയിലെയും സൗണ്ട്സിന്റെ നമ്പർ സെയിം അല്ല, അതപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത്, നമ്മൾ ആരും സ്കൂളിൽ പോയിട്ടല്ല ബേസിക് ഗ്രാമർ റൂൾസ് പഠിച്ചിട്ടുള്ളത്. മലയാളത്തിലെ ബേസിക് ഗ്രാമർ റൂൾസ് പഠിക്കാൻ വേണ്ടി നമ്മൾ ആരും സ്കൂളിൽ പോയിട്ടില്ല, നമ്മളത് ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. A method of language teaching devised by Caleb Gettigno. കാലബ് ഗെറ്റിഗ്നോയുടെ ഒരു മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്, ഓപ്ഷൻ ബി സൈലന്റ് വേ, ഓപ്ഷൻ സി ഡിറക്റ്റ് മെത്തേഡ്, ഓപ്ഷൻ ഡി ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സൈലന്റ് വേ ആണ് കാലബ് ഗെറ്റിഗ്നോന്റെ ഒരു മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ മെത്തേഡില് the teacher remains mostly silent, using gestures and tools like questionnaire routes and colored charts to elicit responses and encourage students to learn through trial, error and self-correction. മറ്റ് മെത്തേഡ്സ് നിന്ന് വ്യത്യസ്തമായിട്ട് സൈലന്റ് വേയില് ടീച്ചർ മിക്കവാറും സൈലന്റ് ആയിരിക്കും. അവരെ വല്ല ജസ്റ്റേഴ്സോ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കുട്ടികളിൽ നിന്ന് റെസ്പോൺസസ് കളക്ട് ചെയ്യുന്നത്. അതിനവർ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് ക്യൂസിനയർ റോഡ്സും കളേർഡ് ചാർട്ട്സും. നിങ്ങളത് ഓർത്ത് വെക്കണം, ഇത് സ്പെഷ്യലായിട്ട് ചോദിക്കും ഏത് മെത്തേഡിലാണെന്ന്. ക്യൂസിനയർ റോഡ്സും കളേർഡ് ചാർട്ട്സും ഉപയോഗിക്കുന്നത് സൈലന്റ് വേയിലാണ്. ഇവിടെ സ്റ്റുഡൻസ് ഭാഷ പഠിക്കുന്നത് ഒരുപാട് ട്രയൽസും എറേഴ്സും സെൽഫ് കറക്ഷനും ഒക്കെ നടത്തിയിട്ടാണ്. The study of the effect of language as the way people use in different contexts and life situation. ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള കോണ്ടെക്സ്റ്റിലും ലൈഫ് സിറ്റുവേഷനിലും ഉപയോഗിക്കുന്ന ഭാഷയുടെ എഫക്റ്റിനെ പറ്റി പഠിക്കുന്നത് ഇതിലേത് ലിംഗ്വിസ്റ്റിക്സ് ആണെന്നാണ്. ഓപ്ഷൻ എ സൈക്കോലിംഗ്വിസ്റ്റിക്സ്, ഓപ്ഷൻ ബി സോഷ്യോലിംഗ്വിസ്റ്റിക്സ്, ഓപ്ഷൻ സി കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ്, ഓപ്ഷൻ ഡി ലിംഗ്വിസ്റ്റിക്സ്.
ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിലാണ് ആളുകൾ ഓരോ കോണ്ടെക്സ്റ്റിലും ലൈഫ് സിറ്റുവേഷൻസിലും എങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്, അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നൊക്കെ നോക്കി പഠിക്കുന്നത്. The practice of alternating between two or more languages or varieties of languages in conversation. ഒരു സംഭാഷണത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ ഭാഷ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരെന്താണെന്നാണ് രജിസ്റ്റർ, ഡയലക്ട്, കോഡ് സ്വിച്ചിങ്, ഡയലോഗ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി കോഡ് സ്വിച്ചിങ് ആണ്. കോഡ് സ്വിച്ചിങ്ങിലാണ് ഒരു സംഭാഷണത്തിൽ തന്നെ നമ്മൾ പല ഭാഷകൾ ഉൾക്കൊള്ളിച്ച് സംസാരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് പ്രോജക്റ്റ് ഈസ് സോ കോംപ്ലിക്കേറ്റഡ്, എനിക്കിത് തന്നെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, വിൽ യു ഹെൽപ്പ് മീ? ഈ സെന്റൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷും മലയാളം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഡയലോഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് അല്ലേ. ഇതാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. The tense of the verb in the sentence she dances well is. She dances well എന്ന് പറഞ്ഞിട്ടുള്ള സെന്റൻസിൽ ടെൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്. ഈ സെന്റൻസിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. സബ്ജക്റ്റും വെർബിന്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണിത്. ഈ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ടെൻസ് ഫോമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. സോ ഷീ ഡാൻസസ് വെൽ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന് എക്സാമ്പിൾ ആണ്. A teacher gives a small class test in English, discusses the answers in the class and asks them to collect their friend's answer book to evaluate. What type of assessment is this? ഒരു ടീച്ചർ ഇംഗ്ലീഷിൽ ഒരു ക്ലാസ് ടെസ്റ്റ് എടുക്കുകയാണ്. ഉത്തരം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഫ്രണ്ട്സിന്റെ ബുക്ക് എടുത്ത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് അസസ്മെന്റിന് എക്സാമ്പിൾ ആണിത്? ഓപ്ഷൻ എ സമ്മേറ്റീവ് അസസ്മെന്റ്, ഓപ്ഷൻ ബി പ്യുർ അസസ്മെന്റ്, ഓപ്ഷൻ സി ഫോർമേറ്റീവ് അസസ്മെന്റ്, ഓപ്ഷൻ ഡി ഇന്റേണൽ അസസ്മെന്റ്. നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട്സിന്റെ പുസ്തകം എടുത്ത് നമ്മളോടാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ ഇത് പ്യുർ അസസ്മെന്റിന് എക്സാമ്പിൾ ആണ്. A language disorder that is caused by injury to those parts of the brain that are responsible for language is. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി aphasia ആണ്. Aphasia is the language disorder that occurs when damage to specific areas of the brain impairs the ability to understand, express or communicate through language, affecting speaking, writing, reading and comprehension. അഫേസിയ എന്ന് പറയുന്നത് ബ്രെയിനിലെ സ്പെസിഫിക് ഏരിയാസിൽ ഉണ്ടാവുന്ന ഡാമേജ് കാരണം ഉണ്ടാവുന്ന ലാംഗ്വേജ് ഡിസോർഡർ ആണ്. ഈ ഡാമേജ് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസിനെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭാഷ മനസ്സിലാക്കാനോ എക്സ്പ്രസ് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. The damage can be caused by events such as stroke, head injury or brain tumors. സ്ട്രോക്ക് കൊണ്ടോ ഹെഡ് ഇഞ്ചുറി കൊണ്ടോ ബ്രെയിൻ ട്യൂമേഴ്സ് കൊണ്ടോ ഒക്കെ ഈ ഡാമേജ് ബ്രെയിനിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The device which is based on the stimulus response confirmation theory is. സ്റ്റിമുലസ് റെസ്പോൺസ് കൺഫർമേഷൻ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ഡിവൈസ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇന്ററാക്റ്റീവ് ബോർഡ്, ഓപ്ഷൻ ബി വീഡിയോ ഷെയറിംഗ്, ഓപ്ഷൻ സി ലാംഗ്വേജ് ലാബ്, ഓപ്ഷൻ ഡി സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾ. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ലാംഗ്വേജ് ലാബ് ആണ്. ലാംഗ്വേജ് ലാബ് ആണ് സ്റ്റിമുലസ് റെസ്പോൺസ് കൺഫർമേഷൻ തിയറിയുടെ ബേസിൽ വർക്ക് ചെയ്യുന്നത്. Who is considered as the father of the term learner autonomy? ലേണർ ഓട്ടോണമി എന്ന് പറഞ്ഞ ടേം ആരുടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫിൽ ബെൻസൺ, ഓപ്ഷൻ ബി ഡേവിഡ് ലിറ്റിൽ, ഓപ്ഷൻ സി ലെസ്ലി ഡിക്കിൻസൺ, ഓപ്ഷൻ ഡി ഹെൻറി ഹോലക്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഹെൻറി ഹോലക് ആണ്. ഹെൻറി ഹോലക്കിന്റെയാണ് ലേണർ ഓട്ടോണമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. The teacher starts from nursery rhymes to teach the rhyme scheme in a higher class. The approach she adopted is. ഒരു ടീച്ചർ ഹയർ ക്ലാസ്സിൽ റൈം സ്കീം പഠിപ്പിക്കാനായിട്ട് നഴ്സറി റൈംസ് എന്ന് തുടങ്ങുകയാണ്. ടീച്ചർ ഉപയോഗിച്ചിട്ടുള്ള ഈ അപ്രോച്ച് എന്തിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ബോട്ടം അപ്പ് അപ്രോച്ച്, ഓപ്ഷൻ ബി ടോപ്പ് ഡൗൺ അപ്രോച്ച്, ഓപ്ഷൻ സി ഹൊറിസോണ്ടൽ അപ്രോച്ച്, ഓപ്ഷൻ ഡി വെർട്ടിക്കൽ അപ്രോച്ച്. ഇവിടെ ടീച്ചർ റൈം സ്കീം വലിയ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നഴ്സറി റൈംസ് എന്നാണ് തുടങ്ങുന്നത്. സോ ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മീൻസ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഓപ്ഷൻ എ സെൻഡിങ് മെസ്സേജസ് ഇൻ വേർഡ്സ് ആൻഡ് റൈറ്റിംഗ്, ഓപ്ഷൻ ബി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ യൂസിംഗ് ജസ്റ്റേഴ്സ്, ഓപ്ഷൻ സി എക്സാക്ട് ലിമിറ്റഡ് വേർഡ്സ് സ്പോക്കൺ ടു കൺവേ ദ മെസ്സേജ്, ഓപ്ഷൻ ഡി ആക്ച്വൽ വേർഡ്സ് സെഡ് ഇൻ എ കോൺവെർസേഷൻ. അപ്പൊ ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. സെൻഡിങ് മെസ്സേജസ് ഇൻ വേർഡ്സ് ഇൻ റൈറ്റിംഗ്.
Naina, a senior research fellow, believes that the beliefs, ideas, values, and practices of her native culture are correct and can be used as the standards to assess other cultural groups in her research. She is a linguist, a detractor, an ethnocentric, a polyglot. നൈന എന്ന് പറയുന്നത് ഒരു സീനിയർ റിസർച്ച് ഫെലോ ആണ്. അവർ ബിലീവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: അവരുടെ കൾച്ചറിലുള്ള വാല്യൂസും ഐഡിയാസും പ്രാക്ടീസസും ഒക്കെ ബെസ്റ്റ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചറിലെ പ്രാക്ടീസിനെ എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്ത് മറ്റുള്ള കൾച്ചറൽ ഗ്രൂപ്പ്സിനെ അസസ് ചെയ്യാനായിട്ട് അവരുടെ റിസർച്ചിൽ ഉപയോഗിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ സിറ്റുവേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് ടൈറ്റിലാണ് അവർക്ക് സ്യൂട്ടബിൾ ആകുക എന്നുള്ളത്. ഇതിലെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി, എത്നോസെൻട്രിക് ആണ്. ഈ സ്ത്രീ ഒരു എത്നോസെൻട്രിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്താണ് എത്നോസെൻട്രിസം? Ethnocentrism is the tendency to view the world and judge other cultures based on the values and standards of one's own culture, often leading to a belief in the superiority of one's own culture and negative assumptions about others. എത്നോസെൻട്രിസം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിന്റെ വാല്യൂസും സ്റ്റാൻഡേർഡ്സും വെച്ച് ലോകത്തിലെ മറ്റു കൾച്ചേഴ്സിനെ കാണാനും ജഡ്ജ് ചെയ്യാനും മുതിരുന്നതാണ്. ഇത്തരക്കാരുടെ ചിന്ത എന്ന് പറയുന്നത് തന്റെ കൾച്ചർ മാത്രമാണ് നല്ലത്, മറ്റ് കൾച്ചേഴ്സിനെ വളരെ നെഗറ്റീവ് അസംഷനോട് കൂടെ നോക്കുന്ന ആളുകളായിരിക്കും ഇവർ. കൺസിഡർ ദ റീസൺസ് വൈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇസ് പ്രൊമോട്ടഡ് വേൾഡ് വൈഡ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് വേൾഡ് വൈഡ് പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം ഓപ്ഷൻസ് എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വൈബ്രൻസി ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്, special features as an Indo-European language, importance as a language of internet and press. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതെല്ലാമാണ് ശരിയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജിന്റെ ലെവലിലാണല്ലേ നിൽക്കുന്നത്. മാത്രമല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെയും പ്രസിന്റെയും ഭാഷ കൂടിയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വേൾഡ് വൈഡ് പ്രൊമോട്ട് ചെയ്യുന്നത്. വിച്ച് among the following as a teacher centered instructional approach? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച്? ഓപ്ഷൻ എ ലാംഗ്വേജ് ഗെയിംസ്, ഓപ്ഷൻ ബി ഡെമോൺസ്ട്രേഷൻ, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് ലേണിംഗ്, ഓപ്ഷൻ ഡി റോൾ പ്ലേ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച് ആണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് റീഡിംഗ് ബേസ്ഡ് ഓൺ ദ സൗണ്ട്സ് ഓഫ് ലെറ്റേഴ്സ്, ഗ്രൂപ്പ്സ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് സിലബിൾസ് എസ്. ലെറ്റേഴ്സിന്റെയും ഗ്രൂപ്പ്സ് ഓഫ് ലെറ്റേഴ്സിന്റെയും സിലബിൾസിന്റെയും ഒക്കെ സൗണ്ട്സിനെ ബേസ് ചെയ്ത് റീഡിംഗ് പഠിപ്പിക്കുന്ന മെത്തേഡിനെ പറയുന്ന പേര്. ഓപ്ഷൻ എ മോർഫിമിക്, ഓപ്ഷൻ ബി ഡയറക്റ്റ്, ഓപ്ഷൻ സി ഫോണിക്, ഓപ്ഷൻ ഡി ഹോൾ ലാംഗ്വേജ്. ഇതില് സൗണ്ട്സ് എന്ന് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും പോകേണ്ടത് ഓപ്ഷൻ സി ഫോണിക്കിലേക്കാണ്. രമ്യ reads a novel, understands the sequence, infers the character traits and appreciates its literary style. The type of reading is. രമ്യ ഒരു നോവൽ വായിക്കാണ്. ആ നോവലിന്റെ സീക്വൻസ് മനസ്സിലാക്കുന്നുണ്ട്, അതിലെ ക്യാരക്ടർ ട്രേറ്റ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ലിറ്റററി സ്റ്റൈലിനെ അപ്രിഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് റീഡിംഗ് ആണ് ഇവിടെ രമ്യ നടത്തിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റീഡിംഗ് ബിയോണ്ട് ദ ലൈൻസ്, ഓപ്ഷൻ ബി റെഗുലേറ്റഡ് റീഡിംഗ്, ഓപ്ഷൻ സി എക്സ്റ്റെൻസീവ് റീഡിംഗ്, ഓപ്ഷൻ ഡി ഇന്റൻസീവ് റീഡിംഗ്. ഇവിടെ വെറുതെ വായിച്ചു വിടല്ല, അതിൽ വളരെ ഡെപ്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇന്റൻസീവ് റീഡിംഗ് ആണ് രമ്യ ഇവിടെ നടത്തിയിട്ടുള്ളത്. Saussures work focuses on the relationship between. സെഷ്യറിന്റെ വർക്ക് എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി, ഓപ്ഷൻ ബി സൗണ്ട് ആൻഡ് മീനിങ്, ഓപ്ഷൻ സി ഗ്രാമർ ആൻഡ് സിൻടാക്സ്, ഓപ്ഷൻ ഡി സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. സെഷ്യോർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സൗണ്ടിലും അതിന്റെ മീനിങ്ങിലുമാണ്. സോ ഓപ്ഷൻ ബി സൗണ്ട് ആൻഡ് മീനിങ് ആണ് ശരി ഉത്തരം. ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ഇതോടുകൂടെ നമ്മുടെ 40 ക്വസ്റ്റ്യൻസ് അവിടെ കഴിയാണ്. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.